അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞാൻ പറയട്ടെ, എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ക്രിസ്മസ് അടിപൊളിയാണ്. എനിക്ക് ഗ്രേസിന്റെ മേരി ക്രിസ്മസ് പറയാം. അപ്പൊ അതേ പാതിര കുർബാനക്കൊന്നും പോയില്ല കേട്ടോ. ഞങ്ങള് രാവിലെ കുർബാനക്ക് പോയത്. കുർബാന കഴിഞ്ഞ് വന്ന് വീട് നല്ല സ്പെഷ്യൽ ഇസ്റ്റു കറി, ബീഫ് ഇസ്റ്റു ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ഇസ്റ്റു കറി, നല്ല എരിവും നല്ല എരിവുണ്ടാ മീൻസ് ആ ഒരു അടിപൊളി. അപ്പൊ ഒരു നോമ്പ് വീഡിയോന്റെ ഒരു അതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഒക്കെ തോന്നുന്നത്. ചിലപ്പോ നോമ്പ് കറി. എന്തായാലും ഞങ്ങള് അപ്പം കടയിൽ നിന്ന് മേടിച്ചു. ഞങ്ങളുടെ അമ്പഴക്കാട് പള്ളിയുടെ മുന്നിൽ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടുന്ന് അപ്പം മേടിച്ചു. അവിടുന്ന് അപ്പം മേടിച്ച് നേരെ പോന്നു. അപ്പൊ ഇവിടെ വന്ന് ഇസ്റ്റ് കറിയും കൂടി കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇനി അമ്മ ബ്രഷ് ചെയ്യണുള്ളൂ. അല്ല, അമ്മ കഴിച്ചോണ്ടിരിക്കാം. അമ്മയ്ക്ക് എപ്പോഴും കൊടുത്തേ? അമ്മയുടെ അടുത്ത് ഹാപ്പി ക്രിസ്മസ് പറയുന്നേ. അതിന് ഞങ്ങൾ ഇനി മിടുവിന്റെ വീട്ടിലേക്ക് പോകും. മിടുവിന്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ ഇത് ചെയ്തേക്കണം. അപ്പൊ ഇന്ന് അവിടേക്ക് വിളിച്ചു. പക്ഷെ ഉച്ചയ്ക്ക് പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ അമ്മയുടെ അടുത്ത്. 2 ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെ. ആണോ? നോക്കാം. അപ്പൊ എന്നിട്ടായാലും എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ അമ്മയുടെ ക്രിസ്മസ് പറയിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പറയിപ്പിക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ അവിടെ ജസ്വിനും ആൽഫ്രഡും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ട് പോണേ. സ്റ്റീവും ഗ്രേസും അവിടെ പോയി കളിക്കാനുള്ള പരിപാടിയിലാണ്. മാനിച്ചേട്ടനും ജെയ്സും റബേക്കും എല്ലാവരും ഉണ്ടാവില്ല അവിടെ. അപ്പം നമ്മുടെ സൂര്യൻ ദാ ഇങ്ങനെ അരിച്ചിറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണ് ഇന്നത്തെ. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ ബൈക്കും വേണ്ട പോണേ. ശരിക്കും പറഞ്ഞാലേ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ബൈക്കുമ്പോൾ പോവാറില്ല. 2 പേരാണെങ്കിൽ മാത്രമാണ് ഞാൻ മാക്സിമം ഇത് യൂസ് ചെയ്യാറുള്ളൂ. കാരണം 4 പേർക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര സ്ഥലം കുറവുള്ള പോലെ ഫീൽ ചെയ്യാണ് 4 പേര് കൂടി ഇരിക്കാൻ. ഇവൻ മുന്നിലിരിക്കണേ പിന്നെയും ഓക്കെയാണ്. ഇവൻ പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗ്രേസിനെ മുന്നിലിരുത്തി എനിക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. ഭയങ്കര ഇവർക്ക് ഹൈറ്റ് ഉള്ളതായിരുന്നു. എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നണം. എന്താണെന്നറിയില്ല. എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല. കുറുമ്പത്തി ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രം. എടി താക്കോൽ എടുത്ത് വെച്ചേക്കോ. ഇവിടെ ക്രിസ്മസിന്റെ അലങ്കാരങ്ങളൊക്കെ ഓൾറെഡി വീട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നണ്. നീ കാണിച്ചിട്ടുണ്ടോ ഡി? എന്നാലും നമ്മുടെ ചാനൽ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ട ഞാൻ രാത്രി കാണിക്കാട്ടെ. ഇപ്പഴത്തേക്കാളും എനിക്ക് തോന്നുന്നു രാത്രി ആയിരിക്കും. ഞാൻ റെഡിയാണ്. അവൻ മാലാകാൻ എടുത്ത് വെക്കണം. 2 കുത്തൂത്തി പുൽക്കൂടെ അങ്ങോട്ട് എരിഞ്ഞു പോയി. മാലാകാൻ എടുത്ത് നേരെ വെച്ചാൽ എടുത്ത് അപ്പൊ നേരെ പഴുകര. ബൈ സ്റ്റീവ്. ഞാൻ വലിക്കണോ? എന്താ നീങ്ങാത്ത? ഗ്രേസ് അവിടെ ഇല്ല. ഗ്രേസ് ഒക്കെ മാറി. അവളവിടെയാ. പോവാ. ബൈ സ്റ്റീവ്. നിക്ക് അപ്പൊ വളക്കട്ടെ. ഞാനെവിടെ ഇരിക്കും? സ്ഥലം ഉണ്ടാവും. ഇത്ര ഉണ്ടാവും സ്ഥലം. ആ
ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറക്കാം. ഈ ഡ്രസ് കൊച്ചു ചെരിഞ്ഞ് വീഴോ? ആണോ? ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഇറങ്ങ ഇറങ്ങ. എന്തിനാ വലിക്കണേ? ആ സൈഡിക്ക് ചെരിച്ചു വെക്കി. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടാ. മെരി ക്രിസ്മസ്, മെരി ക്രിസ്മസ്, മെരി ക്രിസ്മസ്. ഡാഡി മെരി ക്രിസ്മസ്. എവിടെ മാനു? എവിടെയാ മാനു? എവിടെ? ക്രിസ്മസ്. ഒന്ന് ചിരിക്കടാ, സന്തോഷിക്ക്. അങ്ങ് ബെത്ലഹേമിൽ ഉണ്ണി പിറന്നു. അങ്ങനെ അളയം വന്നിരിക്കുന്നു. ഹാപ്പി ഹാപ്പി. എന്തോ കരിഞ്ഞ മണം കിട്ടണ്ട. ഒന്നേനൊക്കെ തിന്നോ? ചേട്ടൻ മുരിയാറായിരുന്നു. മുരിഞ്ഞോ? അമ്മ അത് മതിയാ? വാടി പിടിച്ചോടി. നോക്കാം. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. പാട് സീ പാട്. കേക്ക് വേണ്ടത് അങ്ങോട്ട് പോകണം, അല്ലാണ്ട് ഇങ്ങോട്ട് കിട്ടില്ല. ഞാൻ അറിയപ്പോ എങ്ങനെ എടുത്തിരുന്നോട്ടാ. ഇവിടെ എന്തൊരു വെളിച്ചക്കുറവ്. റബേക്ക വിളിക്കണ്ടി. കട്ട് ചെയ്യില്ല. എനിക്കാരും നന്ദിയില്ല. ഒരു വീഡിയോ എടുക്കാം. ചോദിച്ചു മേടിക്കണം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നാളെ ഹാപ്പി ക്രിസ്മസ്. പ്ലേറ്റൊക്കെ കൊണ്ട് കഴിയിട്ട് വാ. ചക്ക. ഞങ്ങള് കേക്കിന് നേരം ചക്ക. ഞങ്ങളല്ല, നീ. ഞാനൊക്കെ കേക്ക് കഴിച്ചു. ഞാൻ കേക്ക് കഴിച്ചു. ചക്ക തിന്നില്ലാന്ന് പറഞ്ഞു. ക്രിസ്മസിന് കേക്കിന് പകരം ചക്കയാവണം നമ്മടും. അങ്ങനെയല്ല. നല്ല സൂപ്പർ ചക്ക. സൂപ്പർ ചക്ക. എന്റെ അളിയന്മാരിങ്ങനെ അളിയന്മാരും നാളികനുണ്ട്. എവിടെയുണ്ട് അളിയന്മാരും നാത്തൂന്മാരും കൂടിയും ചക്ക പൊളിക്കുന്ന ചക്ക ഞങ്ങൾ അളിയനും നാത്തൂൻ തിന്നോണ്ടിരിക്കുന്നു. ചിരിക്കേ. കുറുക്കന്മാരെ ഓളിറ. അപ്പൊ അങ്ങനെ ദേ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് റീൽ എടുക്കാനുള്ള പ്രാക്ടീസാണ്. അമ്മേനെ ഹീറോ ആക്കിക്കൊണ്ടുള്ള ഒരു റീലാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇത് വൈഡ് വ്ളോഗ്സിലും ഒരു റിയൽ ലൈഫിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അതിൻ്റെ കോമഡി അംഗങ്ങളും അതിൻ്റെ റീൽസ് എടുക്കുന്ന പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലായിരുന്നു കേട്ടോ ഭക്ഷണം. വൈകിട്ട് സി ചേച്ചിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സി ചേച്ചിയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ ഞങ്ങളുടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാനായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം